R4 മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ചാച്ചി ഞങ്ങളിപ്പോൾ ചാച്ചിയൊക്കെ വെച്ചിരിക്കുന്ന കേട്ടോ. ഞങ്ങളിപ്പോൾ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാനുള്ള ബഹളാണിത്. ധ്വനി മോളെ ധ്വനി നമ്മളെവിടെ പോകണേന്ന് PP പോകണ്ട. PP പോവാം പറഞ്ഞു. PP പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അമ്മമ്മ തിന്നാൻ പോയെന്ന് പറയാം. ഞങ്ങൾ രാത്രി അമ്മമ്മ കഴിക്കാൻ പോകണം കേട്ടോ. ഞങ്ങളിത് ഇന്ന് രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയാണ്. അപ്പോൾ ഞാനും ധ്വനിമോളുടെ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് രാത്രി പോയാണ്. ടാറ്റോടി ഞങ്ങൾ പോയിച്ചു വരാൻ തുടങ്ങി. ടാറ്റാ ചേട്ടത് രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ഇറങ്ങുമല്ല. നമ്മൾ ചേർത്തലയുള്ള 11-ാം വേലി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാട്ട് ചെല്ലുമ്പോൾ കൊച്ചുള്ളി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മളിത് ഇപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. നമ്മളിന്ന് അവിടെ വന്നപ്പോൾ തന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തന്നെ നല്ല രസകരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് അകത്തൊക്കെ കാണാൻ പറ്റി. നമ്മൾ അവിടെ ചെന്ന ഉടനെ നമ്മൾ ബുക്ക് ചെയ്തത് വേറൊന്നുമല്ല, നമ്മൾ ചിരട്ടപ്പുട്ടും ബീഫും പിന്നെ ഒരു സെറ്റ് ദോശയുമാണ് നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്ത് കഴിച്ചത്. അപ്പോൾ നല്ല രുചിയേറിയ ഭക്ഷണം തന്നെയായിരുന്നു അവിടുന്ന് കഴിച്ചത് തന്നെ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ കുരുപ്പ് അവിടെ കയറി മേയാൻ തുടങ്ങി. അവിടെയുള്ള ചേച്ചിയിലേക്ക് പോയി. അവിടെ രസമായിരുന്നു, കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അവിടെയുള്ള മുതലാളി തന്നെയാണെങ്കിൽ പോലും നമുക്ക് കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു തന്നിരുന്നു. അതുമാത്രമല്ല അവിടെ കൂടുതലും നോൺ വെജാണ് നമുക്ക് കിട്ടുന്നത്. നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്ഷണപ്രിയർക്കും അവിടെ ചെന്ന് രുചിയേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും. ഈ സ്പോട്ട് എന്ന് പറയുന്നത് വേറെങ്ങുമല്ല, നമ്മുടെ പണ്ടത്തെ മിശക്കാരൻ ദിലീപേട്ടൻ്റെ കട നിന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കൊച്ചുള്ളി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത്. അപ്പം അത് ടേസ്റ്റേറിയ ഭക്ഷണങ്ങളാണ് കൂടുതലും നമുക്ക് അവിടെ നിന്ന് അതുമാത്രമല്ല നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതിൽ കൂടുതൽ റേറ്റ് കുറവാണ് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രുചിയേറിയിട്ടുള്ള ഭക്ഷണം തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പം അവിടെ രാവിലെയും വൈകുന്നേരവും രാത്രി 2 മണി വരെ ആ റെസ്റ്റോറൻ്റ് ഉണ്ട്. രാവിലെ ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ അവിടെ തുറക്കും. അത് കഴിഞ്ഞാൽ രാത്രി 2 മണി വരെ ആ റെസ്റ്റോറൻറ്റ് അവിടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ചെന്ന് ഒന്ന് ട്രൈ ചെയ്താൽ സൂപ്പർ ഫുഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനലായിട്ടുള്ള R4 മീഡിയ നിങ്ങളെല്ലാവരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചെറിയ വീഡിയോകൾ ഇനിയും യൂട്യൂബുകളിൽ ഉണ്ടാകുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാകണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പാട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇപ്പോൾ ഇനി പുതിയ വീഡിയോകളുമായി R4 മീഡിയ വരുന്നതാണ്.